Hi friends, എല്ലാവർക്കും A2Zന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷനിലേക്ക് സ്വാഗതം. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയുക, എന്തെല്ലാം യോഗ്യതകളാണ് വേണ്ടത് എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഡെയിലി ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ EPFO ആണ് ഈ ഒരു അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓൺലൈനായിട്ട് അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് 30/5/2019 അപേക്ഷ സ്വീകരിക്കാൻ തുടങ്ങുന്നത്. ലാസ്റ്റ് ഡേറ്റ് 25/6/2019 അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി. അപ്പോൾ 30/5/2019 മുതൽ 25/6/2019 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം. ഇതിലേക്ക് വരുന്ന സാലറി സ്കെയിൽ 44,900 വരെയാണ് സാലറി സ്കെയിൽ. മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. മൊത്തം 280 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അസിസ്റ്റന്റ് തസ്തികയിൽ മൊത്തം 280 ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് 20 വയസ്സ് മുതൽ 27 വയസ്സ് വരെയായിരിക്കും ജനറൽ കാറ്റഗറിക്ക് വരുന്നത്. ഇതിൻ്റെ ഏജ് കണക്കാക്കുന്നത് 25/6/2019 വെച്ചായിരിക്കും ഏജ് കണക്കാക്കുന്നത്. അപ്പോൾ SC STക്കും അതുപോലെ OBC കാൻഡിഡേറ്റ്സിനും മറ്റുള്ള എല്ലാ കാറ്റഗറിക്കും ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുള്ള അതേ ഇളവുകൾ ലഭിക്കുന്നതാണ്. SC STക്ക് 5 വയസ്സിൻ്റെയും OBCക്ക് 3 വയസ്സിൻ്റെയും ഇളവുകൾ ലഭിക്കും. അപ്പോൾ ഇതിലേക്ക് വരുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കാം. ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഒരു ഡിഗ്രി ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാം. ഡിഗ്രി 25/6/2019 നേടിയതായിരിക്കണം. അപ്പോൾ എക്സാം ഫൈനൽ ഇയർ ആയിട്ടുള്ള ആളുകൾക്കൊന്നും അപേക്ഷിക്കാൻ കഴിയില്ല. 25/6/2019 ഡിഗ്രി നേടിയ ആളുകൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റീജിയൻ വൈസ് വേക്കൻസിയൊക്കെ നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും ഒഫീഷ്യൽ വെബ്സൈറ്റും ഒക്കെ പോയി കഴിഞ്ഞാൽ അറിയാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ 30/5/2019 ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 25/6/2019 അവസാന തീയതി. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 25/6/2019. ഇതിൻ്റെ കോൾ ലെറ്റർ നിങ്ങൾക്ക് ഓൺലൈൻ എക്സാം ആയിരിക്കും. ഓൺലൈൻ എക്സാമിൻ്റെ കോൾ ലെറ്റർ നിങ്ങൾക്ക് ലഭിക്കുന്നത് 20/7/2019 to 30/7/2019 വരെ ആയിരിക്കും ഇതിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുക. ഇതിൻ്റെ പ്രിലിമിനറി എക്സാം നടക്കുന്നത് 30/7/2019 മുതൽ 31/7/2019 വരെ ആയിരിക്കും നിങ്ങൾക്ക് പ്രിലിമിനറി എക്സാം നടക്കുന്നത്. പിന്നെ 2 എക്സാം ഉണ്ട്. മെയിൻ എക്സാം നടക്കുന്നത് പ്രിലിമിനറി എക്സാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഒഫീഷ്യലായിട്ട് മെയിൻ എക്സാമിൻ്റെ ഡേറ്റും അതുപോലെ അതിൻ്റെ കോൾ ലെറ്ററൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് 113, പിന്നെ എക്കണോമിക് വീക്കർ സെക്ഷൻ എന്ന് പറഞ്ഞ 28, SC കാൻഡിഡേറ്റ്സിന് 42, STക്ക് 21, OBC 76, ടോട്ടൽ വരുന്നത് 280 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തത്. നമുക്ക് ഏജ് ലിമിറ്റ് നമ്മൾ ഒരു വട്ടം പറഞ്ഞാണ് 20 to 27 വയസ്സ് വരെ. നമുക്ക് ഡേറ്റ് വെച്ച് നോക്കാം. 25/6/1999 മുമ്പും അതുപോലെ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 26/6/1992 ശേഷവും, OBC ആണെങ്കിൽ 26/6/1989 ശേഷവും. ഇനി നോക്കുക, SC ST ആണെങ്കിൽ 26/6/1987 ശേഷവും ജനിച്ചവരായിരിക്കണം. ഇതിലേക്ക് അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. SC ST PWD അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 250 രൂപയും അതർ കാൻഡിഡേറ്റ്സിന് 500 രൂപയും OBC അതുപോലെ ജനറൽ കാൻഡിഡേറ്റ്സിന് 500 രൂപയായിരിക്കും ഫീസ് ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ ഫീസ് അടയ്ക്കേണ്ടത് ഓൺലൈൻ തന്നെയാണ്. പേയ്മെൻറ്റ് ഡെബിറ്റ് കാർഡ് അതുപോലെ മറ്റുള്ള ക്രെഡിറ്റ് കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, IMPS, ക്യാഷ് കാർഡ്, മൊബൈൽ വാലറ്റ്സ് വഴിയൊക്കെ നിങ്ങൾക്ക് ഫീസ് അടക്കാവുന്നതാണ്. അപ്പോൾ ഇത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് www.epfindia.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ അപേക്ഷിക്കേണ്ടത് തീർച്ചയായും അപേക്ഷിക്കുക. അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വേക്കൻസി തന്നെയാണ്. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.